നമ്മൾ കേൾക്കാത്തതായ, പൊതുവേ നമ്മൾ ഭാഗവതം അങ്ങനെ വായിക്കുന്നവർ കുറവാണ്. കൂടുതൽ ആളുകൾ ഇങ്ങനെ സപ്താഹങ്ങളൊക്കെ കേൾക്കുന്നവരാണ്. പിന്നെ ചിലരാണെങ്കിൽ കേട്ട് കളയുന്നവരുമാണ്. അങ്ങനെ ഒരു ഭാഷയുണ്ട് നമുക്ക്. എന്താ, അവിടെ ഒരു സപ്താഹം നടക്കുന്നുണ്ട്, നമുക്കൊന്ന് കേട്ട് കളയാം, ഒന്ന് അവനെ ഒന്ന് കണ്ടു കളയാം, അല്ലേ, അങ്ങോട്ടൊന്ന് കയറിക്കളയാം. അങ്ങനെ കളയാന്നുള്ളൊരു വാക്ക് ചിലപ്പം കൂടെ പറയില്ലേ. ഒന്ന് കയറിപ്പോവാന്നുള്ളതിനെ കയറിക്കളയാന്ന് പറയുമോ? പറയുമോ? അവരൊന്ന് കണ്ടു കളയാന്ന് പറയുമോ? അതുപോലെ പറയും, കേട്ട് കളയാന്ന്. ഉറപ്പാണ്. എന്ത്? കേട്ടതൊന്നും പിന്നെ ഉള്ളിലുണ്ടാവില്ല. അപ്പം ഈ ഭാഗവതം കേൾക്കുകയല്ല, പഠിക്കുക. അപ്പോഴാണ് നമുക്കൊരു മഹത്തായ ഒരു സംസ്കൃതിയോട് വലിയൊരു ആദരവും ബഹുമാനവും, അതേപോലെ തന്നെ അതിൻ്റെ മഹത്വവും മനസ്സിലാവുക. നമ്മുടെ പൂർവികന്മാരെ എത്രമാത്രം ജ്ഞാനികളായിരുന്നു, അവർ പറഞ്ഞത് എത്രമാത്രം ശാസ്ത്രീയ സത്യങ്ങളായിരുന്നു എന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മളെ ഒരു ഹിന്ദുക്കൾക്ക് പറ്റിയൊരു വീഴ്ച എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പലതും ഒരു എന്താണ് സംശയത്തിനിടവരുത്തുന്ന ഭയങ്കരമായ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു റിലീജിയനാണ് നമ്മുടെ റിലീജിയൻ. ഇപ്പം ഗണപതിയെപ്പോലൊരു ദൈവം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കാരണം ആനയുടെ തലയും മനുഷ്യൻ്റെ ഉടലൊക്കെ ഇട്ടൊരു ദൈവം ഉണ്ടാവുമോ? ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മിഥ്യ എന്നൊക്കെ ഉള്ളൊരു വാക്ക് വന്നു, അല്ലേ? ഗണപതി മിത്താണെന്നൊക്കെ സ്പീക്കർ കയറി പറഞ്ഞു. അവസാനം അദ്ദേഹത്തിൻ്റെ വിത്ത് പോയി. പിന്നെ മിത്തും ഇല്ല, ആളും ഇല്ല, ആള് മിണ്ടാതെ ആയിപ്പോയി. ഈ നാട്ടുകാരൊക്കെ കൂടെ ശരി കളഞ്ഞു. പിന്നെ അതിന് മാപ്പ് പറയലും പിടിയും ഒക്കെ അങ്ങനെ മാറി. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യം മനസ്സിലാക്കണ്ടേ നമ്മളൊക്കെ. അത് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതൊന്നും കാര്യമായി പറഞ്ഞു തരാൻ നമുക്കൊരു വ്യവസ്ഥ നമ്മുടെ ഹിന്ദു മതത്തിൽ ഇല്ല. പഴയതുപോലെ നമ്മളിപ്പോഴും അങ്ങനെ പിന്തുടരുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ ഇതിലേക്ക് കാര്യമായിട്ട് വരാത്തത്. കാരണം അവരെ പലതും കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നോക്കൂ, നമ്മളെല്ലാ രൂപങ്ങളും നോക്കും. ഇപ്പോൾ വിഷ്ണു ഭഗവാൻ 4 കൈയുള്ളൊരു ദൈവം ഉണ്ടാവുമോ? 8 കൈയുള്ളൊരു ദേവി, അല്ലേ? ദേവിക്ക് എത്ര കയ്യാ? 8 കൈ. ഒരു കുട്ടി എന്നോട് ചോദിച്ചാൽ 8 കൈയിലൂടെ എങ്ങനെയാണ് ബ്ലൗസ് ഇടുക എന്നുള്ളത്. ഞാനും അപ്പോഴാണ് ചിന്തിച്ചത്. കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാൽ ഒറ്റെണ്ണം കിട്ടിയിട്ടുണ്ടാവും, ഇല്ലേ? അങ്ങനെ ആരെയും ചോദിക്കുമോ? ഒരു ധൈര്യം ഉണ്ടാവുമോ അങ്ങനെ ചോദിക്കാൻ? പറയൂ. ഒരു കുട്ടി എന്നോട് വളരെ ഇൻ്റലിജൻ്റായിട്ട് ചോദിച്ചതാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ കുട്ടി പോയി വന്നിട്ട് പറയണേ, ഈ പാമ്പ് ഇങ്ങനെ കടന്നാൽ, നീ അങ്ങനെ കടന്നു എന്ന് തന്നെ വിചാരിക്കുക, അതിൻ്റെ നടുഭാഗം പൊള്ളിയല്ലേ പാമ്പിൻ്റെ, അല്ലേ? ഈ വട്ടം, അതിൻ്റെ നടുഭാഗം സ്പേസ് ഗ്യാപ്പല്ലേ, അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് കിടക്കാൻ പറ്റുകയെന്ന്. ഈ നടുഭാഗത്തൊരു സപ്പോർട്ടില്ലെങ്കിൽ കിടത്തെങ്ങനെ ഉണ്ടാവും? നടുവെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ പിടിക്കാൻ പറ്റുമോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ പിടിക്കാൻ പറ്റുമോ? ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഭഗവാൻ കിടക്കുന്നത്. എന്നാൽ നടുഭാഗം മുഴുവൻ പൊള്ളയാണ്, ഗ്യാപ്പാണ്, സ്പേസാണ്. ഇതെങ്ങനെ പിടിക്കണം? ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളെന്താ മേലോട്ട് നോക്കുന്നത്? പറ്റുമോ? അപ്പം നോക്കൂ, നമുക്ക് ഹിന്ദുമതം എന്ന് പറയുന്നത് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡാണ്. ഇനിയിപ്പോൾ അയ്യപ്പസ്വാമി തന്നെ നോക്കൂ, നിങ്ങൾ ആ ഇരിക്കുന്ന ഇരിപ്പ്, അതെന്താ അങ്ങനെ ഇരിക്കണത് ചോദിച്ചാൽ എന്താ പറയുക? ഇല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ പഠനം നടത്തേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഗണേശ് ചതുർത്ഥി വരികയാണ്, ഇപ്പം ഗണേശോത്സവം വരികയാണ്. ഇതൊക്കെ മനസ്സിലാകാതെ ആചരിക്കുന്നത് ശരിയാണോ? പറയൂ. കൃഷ്ണൻ തന്നെ പറയും, നിങ്ങളെന്തും മനസ്സിലാക്കിയിട്ടേ ചെയ്യാവൂ എന്ന്. ഗീതയിലെ 16-ാം അധ്യായത്തിലെ ലാസ്റ്റ് 2 ശ്ലോകങ്ങൾ അതൊന്ന് പഠിച്ച്
കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ഹിന്ദുക്കളായിട്ടില്ല എപ്പോഴും. നമ്മൾ ഹിന്ദുക്കളല്ല ഇപ്പോഴും. കൃഷ്ണൻ പറഞ്ഞ രീതി ഉള്ള ഹിന്ദുക്കളല്ല. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തിലെ ഒടുവിലത്തെ 2 ശ്ലോകം എടുത്തു നോക്കൂ നിങ്ങൾ. അവിടെ പറയും, ഏറ്റവും ഒടുവിലത്തെ എന്താണ് ശ്ലോകം തുടങ്ങുന്നത്? 16-ാം അധ്യായത്തിലെ ലാസ്റ്റ് ചൊല്ലു. 16-ാം അധ്യായത്തിലെ ലാസ്റ്റ് 2 ശ്ലോകങ്ങൾ. യ ശാസ്ത്രവിധിം ഉത്സൃജ്യ. പറയൂ. യ ശാസ്ത്രവിധിം ഉത്സൃജ്യ. പറയൂ. അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ചൊല്ലിക്കുന്നത്. യ ആരാണോ, യ എന്നുള്ളതിന് സംസ്കൃതത്തിൽ അർത്ഥം യ എന്ന് പറഞ്ഞാൽ ആരാണോ, യാതൊരുവനാണോ. ശാസ്ത്രവിധികളെ, ശാസ്ത്രത്തിൽ പറഞ്ഞ വിധികളെ, മീൻസ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വിധി പറഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ. വിധി എന്ന് പറഞ്ഞാൽ അർത്ഥം, വിധി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന നമുക്കുള്ള ഉപദേശങ്ങൾ. അപ്പം ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ഉത്സൃജ്യ, വിസർജ്യ, വിസർജനം എന്നൊക്കെ പറയില്ലേ, എന്ന് വെച്ചാൽ വിട്ടുകൊണ്ട്, എന്ന് വെച്ചാൽ അതൊന്നും വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ യശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ പ്രവർത്തതേ കാമകാരത. കാമകാരണത്താൽ, കാമെന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവനവൻ്റെ ഉള്ളിൽ തന്നെ ഒരു അന്ധമായ വിശ്വാസം കൊണ്ടോ അന്ധമായ ഇഷ്ടം കൊണ്ടൊക്കെ ആരാണോ ശാസ്ത്രത്തിലെ വിധി മനസ്സിലാക്കാതെ ആചരണങ്ങളെ കൊണ്ടു നടക്കുന്നത്, ന സിദ്ധിം അവാപ്നോതി. സിദ്ധി ന, അവർക്ക് എന്തില്ല? സിദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം അവരൊരിക്കലും മാനസികമായി ഉയരുന്നില്ല, അവിടെ തന്നെ കിടക്കും. അപ്പം സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കേണ്ടത്? നേരത്തെ നമ്മൾ ബോധത്തെ പറഞ്ഞുവല്ലോ, പല തട്ടിലുള്ള ബോധം. ഏത് ബോധത്തിലേക്ക് ഉയരുന്നില്ല? അവബോധത്തിലേക്കും പൂർണ്ണബോധത്തിലേക്കൊന്നും അവർക്കൊരിക്കലും ഉയരാൻ പറ്റില്ല. അവരാ പഴയ അവസ്ഥയിൽ തന്നെ തുടരും. ന സുഖം, ഒരു യഥാർത്ഥ സുഖം അവർക്കതുകൊണ്ട് തന്നെ കിട്ടാനും പോകുന്നില്ല. ന പരാംഗതിം. അർത്ഥാവില്ലേ അതൊക്കെ? അതൊക്കെ അർത്ഥാവില്ലേ? പരമമായൊരു ന എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പം അതെന്താ ഉണ്ടാവാതെ പോയതിന് കാരണം? അവരാചരിക്കുന്നുണ്ട് പലതും, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതൊന്നും അവർക്ക് അറിയില്ല. അപ്പം മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിൽ വികസിക്കണമെങ്കിൽ ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണോ വേണ്ടെന്നാണോ? ഇതാണ് നമുക്ക് ഹിന്ദുക്കൾക്ക് പറ്റിയത്. ഇതാരും പറഞ്ഞു തരാണ്ടായില്ല. അപ്പം നമ്മൾ അന്ധമായി ആചരിച്ചു. അപ്പം കൃഷ്ണൻ പറയുന്നു, ഇങ്ങനെ ആചരിക്കുമ്പോഴാണ് നമ്മൾ ഹിന്ദുക്കളാവുക എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഹിന്ദുക്കളാണോ അതോ ജന്തുക്കളാണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഈ രീതിയിലുള്ള ആളുകളാണ് ഹിന്ദുക്കൾ. നമ്മൾ ഹിന്ദുക്കളായിട്ടുണ്ടോ? പറയൂ നിങ്ങൾ. ഇപ്പം നമ്മുടെ സമൂഹം ഹിന്ദുക്കളായിട്ടല്ല വളരുന്നത്. കാരണം നമ്മൾ തോന്നിയതുപോലെ കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടു നടക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ഒരു ക്ഷേത്രത്തിൽ പോയി എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യ അറിവോട് കൂടിയിട്ടാണോ പോകുന്നത്? അതോ മുമ്പ് കണ്ടത് അതുപോലെ നിങ്ങൾ അനുസരിക്കുന്നു, അതും പിന്തുടരുന്നു, മറ്റുള്ളവരെയും അതല്ലേ ചെയ്യിക്കുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആണോ അല്ലയോ? നിങ്ങളിപ്പോൾ അമ്പലത്തിൽ പോകുന്നു, ധർമ്മശാസ്താവിനെ കാണാൻ പോകും. അയ്യപ്പൻ ആരാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവായിരിക്കാം. അത് പിന്നെ സീരിയലിൽ കിട്ടുന്നുണ്ട് കഥ, ഇല്ലേ? ഉണ്ടോ?
എന്നാൽ ഈ തത്വമസി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അർത്ഥം പറയുക? അത് നീയാകുന്നു. ഏത് നീയാകുന്നു? നോക്കൂ, എന്തൊക്കെ വിഡ്ഢിത്തരാ നമ്മൾ കേട്ടിരിക്കണത്. അത് നീയാകുന്നു. ഏത് നീയാകുന്നു? ഭഗവാൻ നീയാകുന്നു. തെറ്റ് പറഞ്ഞ് ശീലിക്കരുതേ. ഒരിക്കലും അങ്ങനെയല്ലല്ലോ അത്. ഈ ഞാനും ഭഗവാനും ഒന്നാണെന്നാണോ പറയുന്നത്? അങ്ങനെ ഒരു തെറ്റ് പറയരുത് നിങ്ങൾ. ഞാനും ഭഗവാനും ഒന്നാണെന്നല്ല അതിനർത്ഥം. ഒന്നാണ് എന്നതല്ല. നോക്കൂ, ഒന്നെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഈ അകത്തുള്ള ആകാശവും പുറത്തുള്ള ആകാശവും കൂടെ വന്നില്ലേ നിങ്ങൾ? പുറത്തുള്ള ആകാശവും അകത്തുള്ള ആകാശവും രണ്ടാണോ അത്? അതൊരു ബിൽഡിംഗ് കെട്ടുമ്പോഴാണ് രണ്ടാവുന്നത്. അല്ലെങ്കിലോ? ഉറക്കെ പറയൂ, ഒന്നാണ്. ഇപ്പം ഞാനും ഭഗവാനും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്ന് പറയുന്നത് ആ അനന്തമായ ബോധത്തിൻ്റെ ഒരു അംശമാണ്. ഞാൻ അതിലേക്ക് എത്തിയാൽ പിന്നെ ഞാനില്ല, പിന്നെ ഏതേ ഉള്ളൂ? അത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ അതിൻ്റെ ഒരു അംശമാണെങ്കിൽ അംശം അതിലേക്ക് എത്തും തോറും അതില്ലാതായി തീരും. അത് അതിലേക്ക് അങ്ങോട്ട് ലയിച്ചു ചേർന്നാൽ ഈ ഞാനും അതും ഒന്നാണോ, അതോ അത് മാത്രമാണോ ഉള്ളത്? കൂടെ വന്നില്ലേ നിങ്ങൾ? അത് മാത്രമാണോ ഉള്ളത്, അതോ ഞാനും ഒന്നും അതും എല്ലാം ഒന്നാണോ? ഈ ഒന്നെന്നതില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പം എന്താ നമ്മൾ പറയേണ്ടത്? ഞാൻ അതിൻ്റെ ഒരു അംശമാണ്, ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ്. ഞാനും അതും ഒന്നാണോ? അത് പറഞ്ഞാൽ എന്താ ഒരു കുഴപ്പം? ഞാനും അതും ഒന്നാണെങ്കിൽ പിന്നെ ഞാൻ എന്താണ് അതാവാൻ ശ്രമിക്കുന്നത്? ഞാനും അതും ഒന്നാണെങ്കിൽ ഞാൻ അതാവാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. കാരണം ഞാനും അതും കൂടെ വന്നില്ലേ നിങ്ങൾ? ഞാനും അതും ഒന്നാണെങ്കിൽ ഞാൻ അതാവാൻ, മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ യുക്തി? ഞാൻ അതാവാൻ ശ്രമിക്കേണ്ട. കാരണം ഞാൻ അതാണല്ലോ. നീ എന്തിനാ ശ്രമിക്കുന്നത്? അപ്പം ഈ ഞാനും അതും ഒന്നാണെന്നത് ശരിയാണോ? കൂടെ വരുന്നില്ലേ നിങ്ങൾ? ശരിയാണോ? പിന്നെ ഇങ്ങനെ നിങ്ങൾ ഈ തെറ്റ് പറഞ്ഞ് പഠിച്ചത്? അങ്ങനെ പറയൂ. അപ്പം നമ്മൾ തെറ്റ് പറഞ്ഞ് പഠിച്ചു പോയാൽ അപ്പം നമ്മളതിൻ്റെ യുക്തി ചിന്തിക്കുന്നില്ല. അതെങ്ങനെയാണ് അതിൻ്റെ യുക്തി എന്നുള്ളത്? അപ്പം ഞാനില്ല, ഞാനെന്ന പാപമതു തോന്നായിക വേണമിക തോന്നുന്നതാകിൽ അഖിലം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇതൊരു പുഴയും കടലും പോലെയെന്ന്. ആപൂര്യമാണമതല പ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി. പുഴയും കടലും ഒന്നാണോ? പുഴയും കടലും ഒന്നാണോ? അല്ല. പുഴ ചെറുത് തന്നെയല്ലേ. എന്നാൽ പുഴ കടലിൻ്റെ ഒരു ഭാഗമാണ്, അംശമാണ്. പുഴയ്ക്ക് ഒഴുകി ആരിലേക്കെത്താം? കടലിലേക്കെത്താം. പിന്നെ പുഴയില്ല, പിന്നെ ഉള്ളത് കടലാണ്. അപ്പോൾ പുഴയും കടലും ഒന്നാണെന്നാണോ പറയേണ്ടത്? അതോ പുഴ കടലിൻ്റെ ഒരു അംശമാണെന്നാണോ? ഏതാ ശരി? ഇതുപോലെ ഞാനും ഭഗവാനും ഒന്നാണെന്നാണോ പറയേണ്ടത്? എത്ര തെറ്റാണ് നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് നോക്കൂ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഓരോന്നും നമ്മൾ വ്യക്തമായി പഠിക്കേണ്ടിയിരുന്നു. ഈ വ്യക്തത നമുക്കാരും പറഞ്ഞു തരുന്നില്ല. ഇനി അടുത്ത വരി നോക്കൂ, ഗീതയിലെ ലാസ്റ്റ് വരി എന്താ പറയുന്നത്? തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യ അകാര്യ വ്യവസ്ഥിഷു. ഇപ്പം കാര്യം ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും, എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യരുത്, എന്താണ് മനസ്സിലാക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടതില്ലാത്തത്. അപ്പോൾ നോക്കൂ, അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ തെറ്റ് പഠിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ശാസ്ത്രം പ്രമാണം തേ. എന്താ പ്രമാണം? അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്കൊരു ശാസ്ത്ര പഠനങ്ങൾ ഉണ്ടാവണം. ഗീതയൊക്കെ പഠിക്കണം കുട്ടികൾ. വേണ്ടയോ?
അപ്പം അതൊക്കെ നമ്മൾ ക്രമേണ ഇതിലേക്ക് കൊണ്ടുവരണം. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, കുട്ടികളോടൊക്കെ ഗീതയൊക്കെ സംസാരിക്കണം. ക്രമേണ നമ്മുടെ ഒരു ഹിന്ദു മാനുവലായിട്ട്, ഹിന്ദു ഒരു സ്പിരിച്വൽ ടെക്സ്റ്റായി ഏത് മാറണം? ഭഗവത്ഗീതയൊക്കെ മാറണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹിന്ദു ഡിക്ഷണറിയാണ് ഗീത. ഒരു ഹിന്ദു ഡിക്ഷണറിയാണ് ഏത്? പറയൂ. ഇപ്പം നമുക്കൊരു വേർഡിൻ്റെ മീനിങ് അറിയില്ലെങ്കിൽ നമ്മൾ എന്തിൽ നോക്കണം? ഡിക്ഷണറി എടുത്ത് നോക്കുന്ന പോലെ ഹിന്ദു സംസ്കൃതിയെക്കുറിച്ച് അറിയാനുള്ള ഒരു ഡിക്ഷണറിയാണ് ഭഗവത്ഗീത. ഇതൊക്കെ നമ്മളെ കുട്ടികൾ പഠിക്കേണ്ടിയിരുന്നു. പക്ഷെ ഇവിടെ കൊണ്ടോ ഭഗവത്ഗീതയുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? എന്ത് ഗീത? ഞാനൊരു സ്ഥലത്ത് ചോദിച്ചു, ഗീത കൊണ്ടുപോകുന്നുണ്ടോ എന്ന്. അവൾക്ക് സുഖല്യ സ്വാമി എന്ന്. ആലോചിച്ചു ഹിന്ദുക്കളുടെ അവസ്ഥ. അപ്പോൾ ഗീതയ്ക്ക് സുഖമില്ല അത്ര, അതുകൊണ്ട് ഗീത വന്നില്ല, ഗീത കൊണ്ടുവന്നില്ല എന്നുള്ള ഈ രീതിയിലാണ് നമ്മൾ ഗീതയെ കാണുന്നത്. അമ്മായിയുടെ മകളായിട്ടും ചേട്ടത്തമ്മയിട്ടൊക്കെയാണ് ആരെ കാണുന്നത്? ആരെ കാണുന്നത്? ഭഗവത്ഗീതയെ കാണുക. നിൽക്കട്ടെ. ഏതായാലും ഭാഗവതം എന്നത് ഒരു വലിയ ഡെപ്തുള്ളൊരു ബുക്കാണ്. നമ്മുടെ ഋഷിവര്യന്മാരെ തൊഴുതുപോകും. കാരണം അത്രയും അന്തർദൃഷ്ടി അവർക്കുണ്ടായിരുന്നു. ഈ പ്രപഞ്ച വ്യവസ്ഥയെക്കുറിച്ച് ശാസ്ത്രലോകം കണ്ടതിന് മുമ്പ്, അല്ലെങ്കിൽ പഠിച്ചതിന് മുമ്പ് തന്നെ ഭാരതീയർക്ക് ഇതിനെക്കുറിച്ചൊരു അറിവ് ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം. ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലേക്ക് തിരിച്ചു. അപ്പം നിങ്ങൾ 6-ാം സ്കന്ധത്തിലാണ്. പഞ്ചമസ്കന്ധത്തിൽ 16-ാമത്തെ എടുക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് എടുക്കണമെന്ന് പറഞ്ഞത്. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന പലതും സയൻസ്, ഞാൻ പറയണ ഭൗതിക സയൻസ്, നമ്മുടെ സ്കൂളിൽ പഠിച്ച പല കാര്യങ്ങളും ഭാരത ഋഷിവര്യന്മാർ മുമ്പ് തന്നെ കണ്ട കാര്യമാണെന്ന് നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഋഷിവര്യന്മാരോടുള്ള ഒരു ബഹുമാനം വളരെ കൂടുമായിരുന്നു. 16-ാം അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത് തന്നെ ഭൂഗോളവർണ്ണന എന്നാണ്. എന്താണ്? ഏത് വർണ്ണന? ഇപ്പം നോക്കൂ, ഈ ഗ്രന്ഥം എഴുതിയിട്ട് എത്ര വർഷമായി എന്നാണ് വെച്ചിരിക്കുന്നത്? 5000-ത്തിലധികം വർഷം. അന്ന് ഭൗതിക സയൻസ് ഒന്നും എവിടെയും ഇല്ല. ഇതൊക്കെ ഇപ്പോഴത്തെ നമ്മളെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ബോട്ടണിയും സുവോളജിയും അനാട്ടമിയും ഒക്കെ വന്നിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 1000 വർഷം, 1500 വർഷമേ ആയിട്ടുള്ളൂ. അതിലധികമായിട്ടില്ല. ഇപ്പം 1000 വർഷത്തിൻ്റെ ഡെവലപ്മെൻ്റാണ് ഇപ്പോഴത്തെ നമ്മുടെ സയൻസ് പുസ്തകങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഭാഗവതമോ എത്ര വർഷം? അപ്പം ഈ ഭാഗവതം രചിച്ച് 3000 വർഷം കഴിഞ്ഞിട്ടാണ് ഭൗതിക സയൻസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെത്താൻ തുടങ്ങിയത്. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് സ്കൂളുകളിലൊക്കെ ഗലീലിയോ എന്നൊരു ശാസ്ത്രജ്ഞൻ ടെലസ്കോപ്പ് കണ്ടെത്തി, അങ്ങനെയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് വിടും. എന്നാൽ ഈ ശ്ലോകം ഒന്ന് നമുക്ക് വായിക്കാം. ഭാഗവതത്തിലെ 16-ാം അധ്യായത്തിൽ എനിക്കൊന്ന് ഭൂമിയുടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കുക. ഋഷി ഒരു വാച, 4-ാമത്തെ ശ്ലോകം കാണുന്നുണ്ടല്ലോ. നവൈ മഹാരാജ ഭഗവതോ അഗുണവിഭൂതേ കാഷ്ടാം മനസാവജസാവാദിന്ദുമലം വിബുധായുഷാഭി പുരുഷത്തസ്മാത് പ്രാധാന്യേനൈവ ഭൂഗോളവിശേഷം നാമരൂപലക്ഷണതോ വ്യാഖ്യാസ്യാമ. എന്താ പറയണത്? ഭൂഗോളവിശേഷം എന്താ പറയണത്? ഞാൻ ഭൂഗോളവിശേഷം വ്യാഖ്യാസ്യാമ, ഭൂഗോളവിശേഷത്തെ അങ്ങക്ക് വ്യാഖ്യാനിച്ചു തരാം. ആ വാക്ക് തന്നെ നിങ്ങൾ നോക്കൂ, ഭൂഗോളവിശേഷം. അപ്പം നമ്മുടെ ഋഷിവര്യന്മാർക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാമായിരുന്നു എന്ത്? ഭൂമി ഉരുണ്ടതാണെന്ന്. ഒരു ടെലസ്കോപ്പും ഇല്ലാതെ തന്നെ അന്തർദൃഷ്ടി കൊണ്ട്
പ്രപഞ്ച വ്യവസ്ഥയെ മുഴുവൻ അവര് പറയൂ. ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്കൂളിൽ പറയാമായിരുന്നു. ഇത് ഗലീലിയോ അല്ല കണ്ടെത്തിയത്, ഭാരതത്തിലെ ഋഷി കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഭാഗവതത്തിൽ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഭൂഗോള വർണ്ണന ഞാൻ പറഞ്ഞു തരാം. മനസ്സിലായില്ലേ? അപ്പം ഇപ്രകാരം ഉള്ള ഭൂമിയുടെ ആ വർണ്ണനകൾ പറഞ്ഞിട്ട് പറയുന്നു. ഇനി ശ്രദ്ധിക്കണേ, ഓരോ ഭാഗങ്ങൾ ഞാൻ പറയുന്നത്. ഈ ഭൂഗോള വർണ്ണനയെക്കുറിച്ച് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? ഇതൊരു പക്ഷേ നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ നമ്മൾ ജീവിതത്തിൽ എന്താണ് നേടേണ്ടതെന്ന് അറിയാതെ പോകും. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് എടുക്കുന്നത്, കാരണം എൻ്റെ സമയത്തിൻ്റെ കുറവ് കാരണം. 18-ാമത്തെ എടുക്കുക വീണ്ടും, അല്ല 18-ാമത്തെ എടുക്കുക. അടുത്തത് ഞാൻ ചില ശ്ലോകങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. 5-ാം സ്കന്ധത്തിൽ നിൽക്കണം, നമ്മളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 15-ൽ 4-ാം ശ്ലോകം, 15-ൽ 4-ാം ശ്ലോകം, സോറി 15-ല്ല 18-ല്, 5-ാം സ്കന്ധം 18-ൽ 4-ാം ശ്ലോകം, 5-ൽ 18-ൽ 4-ാം ശ്ലോകം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്താ അവിടെ പറയുന്നത്? വദന്തി വിശ്വം കവയ സ്മ നശ്വരം. എന്താ പറയണത്? കവയവ, കവികൾ പറയുന്നു. കവികൾ എന്ന് പറഞ്ഞാൽ ക്രാന്തദർശികൾ പറയുന്നു, വിശ്വം നശ്വരം. വിശ്വം നശ്വരമാണ്. നശ്വരം എന്ന വാക്കിൻ്റെ അർത്ഥം നശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വദന്തി വിശ്വം കവയസ്മ നശ്വരം പശ്യന്തി ച അധ്യാത്മവിദോ വിപശ്ചിത തഥാപി മുഹ്യന്തി തവാജമായ സുവിസ്മിതം കൃത്യമജം നതോസ്മിതം. എന്താ പറയുന്നത്? ഈ വിശ്വം നശ്യന്തി. അപ്പോൾ വിശ്വം എന്ന് പറയുമ്പോൾ, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ, വിശ്വം എന്നുള്ള വാക്കിന് അർത്ഥം കാണുന്നത്. എന്താണ്? നമ്മൾ കാണുന്ന. അപ്പോൾ വിശ്വം എന്ന് പറഞ്ഞാൽ അങ്ങ് കിടക്കുന്ന ആകാശമോ അതിലുള്ള നക്ഷത്രമോ ഒന്നുമല്ല. നമ്മുടെ കൂടെയുള്ളവരൊക്കെ വിശ്വമാണ്. കാരണം കാണുന്നത്, വിശ്വത്തിൻ്റെ ഭാഗമായതെല്ലാം വിശ്വമാണ്. ഇതെല്ലാം കാലചക്രത്തിൽപ്പെട്ടതാണ്. ഇതിൽ ലോകവും കാലവും, ലോകവും കാലവും. അപ്പം എന്താ കാലത്തിൻ്റെ പ്രത്യേകത? ഞാൻ ഇനി ആവർത്തിക്കണ്ടല്ലോ. എന്താണ്? എല്ലാം വികസിച്ച്, അപ്പം അതുകൊണ്ട് നമുക്കതിനെ പിടിച്ചു നിർത്താൻ അവർക്ക് പറയൂ സാധ്യത. ഇത് ഋഷിവര്യന്മാർ നേരത്തെ കണ്ടു. ഈ പ്രപഞ്ചത്തിൽ ഒരു ബന്ധമുണ്ടാക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. അപ്പം 3 കാര്യം നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുക. ശരീരം, ബന്ധങ്ങൾ, നമ്മുടെ വസ്തുക്കൾ. ഇതിനെ പറയുന്ന പേരാണ് ആദി ഭൗതിക, ആദി ദൈവിക, ആധ്യാത്മിക താപം. ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തുക്കൾ. അതിൽ മനസ്സ് വെച്ച് ജീവിച്ചാൽ ദുഃഖിക്കണം, കരയണം. വീടും പറമ്പും എന്നും നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറയൂ സാധ്യമല്ല. കാരണം അത് പ്രകൃതിയുടെ കയ്യിലുള്ളതാണ്. പ്രകൃതിക്ക് എപ്പം വേണമെങ്കിലും ഇതിൻ്റെ താളക്രമം മാറ്റിമറയ്ക്കാൻ പറയൂ സാധിക്കും. ബന്ധങ്ങളും പ്രകൃതിയുടെ ഭാഗമാണ്. അതിനെ ആദിദൈവികം എന്ന് പറയും. അതും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരർത്ഥം ശരീരം എന്നുള്ളതാണ്. അതും നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. കാരണം അതും കാലചക്രത്തിൽപ്പെട്ടതാണ്. അപ്പം കാലചക്രത്തിൽപ്പെട്ടതിനെ പിടിച്ചു വയ്ക്കാൻ പോയാൽ മാനസികമായി ദുരിതങ്ങളൊക്കെ പറയൂ അനുഭവിക്കണം. കാരണം നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത ഒന്നാണ് കാലം. കാലം എപ്പോഴും അത് വികസിച്ചും സങ്കോചിച്ചും അങ്ങനെ പോകുന്നതാണ്. മനസ്സിലാവുണ്ടോ? അപ്പം എന്തിനെ പിടിക്കണം? എന്താണ് നമ്മൾ ശരിക്കും പിടിക്കേണ്ടത്? അതിനാണ് നമ്മൾ
അടുത്ത 18ാമത്തെ അധ്യായത്തിൽ 13ാമത്തെ ശ്ലോകം, അത് ബൈ ഹാർട്ട് പഠിക്കണം നിങ്ങൾ. ശരിക്കും ആരെയാണ് നമ്മൾ പിടിക്കേണ്ടത്? എന്താണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്? ഹരീഹി സാക്ഷാൽ ഭഗവൻ ശരീരിണം. ചൊല്ലു. ഹരീഹി സാക്ഷാൽ ഭഗവൻ ശരീരിണം ആത്മാചഷാണാമിവതോയമിപ്സിതം ഹിത്വാ മഹത്വം. കാണുന്നുണ്ടോ ശ്ലോകം? ഹിത്വാ മഹത്വം യതി സജ്ജതേ ഗൃഹേ യഥാ മഹത്വം വയസാദംബധീനം. ആരെയാ പിടിക്കേണ്ടത്? ഹരി. ആരാണ് ഹരി? ഭഗവാൻ. എവിടെയാണ് ഈ ഭഗവാൻ? ആത്മാ ശരീരിനാം ആത്മാ. അപ്പൊ ഭഗവാൻ ആരാണ്? ഭഗവാൻ ആത്മാവാണ്. ആരാണ് ഈശ്വരൻ? ആത്മാവാണ്. ആത്മാവായ ഈശ്വരൻ മാത്രമാണ് സത്യം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം ആത്മാവായ ഈശ്വരനെ പിടിക്കണം. അതിന് പിടിക്കാൻ പറ്റുന്നൊരു മനസ്സ് നമുക്കുണ്ട്. ആ മനസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഏതുപോലെയാണ് ആ മനസ്സ്? ശഷാണാം ഇവത്തോയം. ശഷം എന്ന് പറഞ്ഞാൽ മത്സ്യം. മത്സ്യം വെള്ളത്തിലുള്ള മത്സ്യം പോലെയാണ് മനസ്സ്. എവിടെയുള്ള മത്സ്യം? വെള്ളത്തിൽ. എന്താണ് വെള്ളത്തിലുള്ള മത്സ്യത്തിന് പ്രത്യേകത? അതിനെപ്പോഴും എങ്ങോട്ട് പോവാനുമുള്ളൊരു, വെള്ളത്തിൽ എങ്ങോട്ട് പോവാനുമുള്ളൊരു, അവർക്ക് പറയൂ, സ്വാതന്ത്ര്യമുണ്ട്. ഒരു സ്വതന്ത്രമായ ബോധത്തിൽ, ശ്രദ്ധിക്കണം, സ്വതന്ത്രമായ ബോധത്തിൽ അതിൻ്റെ ഒരു അംശമായി നിൽക്കുന്ന മനസ്സിനും എന്തും പിടിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം, എന്തും നിങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പം ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് എന്താ കാരണം? നമ്മൾ ബന്ധങ്ങളെ കയറി പിടിക്കുകയാണ്. നമ്മൾ നമ്മുടെ ലൗകികമായ കുറേ കാര്യങ്ങളെ കയറി പിടിക്കുകയാണ്. ഇതൊന്നും നമ്മൾ വിചാരിച്ച പോലെ വരുന്നില്ല. അപ്പം നമുക്ക് ദുഃഖങ്ങളായി, വിഷമങ്ങളായി, വേദനകളായി. എന്നാൽ അല്പമൊരു സമയം അതിൽ നിന്നൊക്കെ ഒന്ന് മനസ്സിനെ മോചിപ്പിച്ച് കുറച്ചു നേരം നാമജപത്തിലൊക്കെ മുഴുകി, അതും പിടിക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ, അതിനും നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഇല്ല? എല്ലാം ഒരു മാറ്റിവെച്ച് ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ കണ്ണടച്ച് ഇരുന്ന് ജപിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? അത് ചെയ്യില്ല. എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യില്ല. കാരണം നമ്മൾ ദൈവം എന്ന് വെച്ചിരിക്കുന്നത് ഒരു വിഗ്രഹമായിട്ടാണ്. എന്നാൽ ഭാഗവതം അവതരിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത് ദൈവം ഒരു വിഗ്രഹം എന്നുള്ള രീതിയിലല്ല. ഭഗവാൻ ആത്മാ ശരീരിനാം ആത്മാ. എങ്ങനെ മനസ്സിലായി ഭഗവാൻ ആത്മാവാണെന്ന്? മനസ്സ് സ്വതന്ത്രമാണെങ്കിൽ, മത്സ്യം സ്വതന്ത്രമാണെങ്കിൽ, ആ സ്വാതന്ത്ര്യം മത്സ്യത്തിന് കിട്ടുന്നത് ഏതിൽ നിന്നാണ്? പറയൂ. മത്സ്യം സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കാരണം വെള്ളമാണ്. വെള്ളം അത് ലിക്വിഡ് ആയതുകൊണ്ടാണ്. അത് സോളിഡ് ആണെങ്കിൽ അതിനൊരിക്കലും സഞ്ചരിക്കാൻ പറ്റില്ല. അത് നമുക്കിവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ഹിമാലയൻ സൈഡുകളിലൊക്കെ, ഹിമാലയൻ ഭാഗത്തൊക്കെ, ഈവൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ വെള്ളം ഐസാവും തണുപ്പ് കാലത്ത്. അപ്പം ഈ ഐസിനകത്തും മത്സ്യം ജീവിക്കും. അതിനെ സർവൈവ് ചെയ്യാൻ അങ്ങനത്തെ മത്സ്യങ്ങളുണ്ട്. ഐസിലും സർവൈവ് ചെയ്യുന്ന മത്സ്യങ്ങൾ. മനസ്സിലായില്ലേ? കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ. അതിൽ വലിയ മത്സ്യമുണ്ട്. അത് ആ ഫ്രോസൺ ഐസിൽ അങ്ങനെ കിടക്കും. അത് മനസ്സിലായില്ലേ? ഐസിൻ്റെ അകത്ത് ആലോചിച്ചു. അതിൻ്റെ അകത്ത് ഘോര തണുപ്പിലും അതിൻ്റെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കണമെങ്കിൽ ആ ചൂട് നിലനിർത്തുന്നൊരു ബോധം അതിലുണ്ടാവണ്ടേ?
ആ മത്സ്യത്തിൽ ഉണ്ടാവണ്ടേ? വേണോ വേണ്ടയോ? എന്തൊരു അത്ഭുതമാണ്! ഈ കടലിലെ മത്സ്യം ഉണ്ടല്ലോ, കടല് നല്ല ഉപ്പ്, എന്നാൽ ഒരു തരി ഉപ്പിൻ്റെ അംശം ആ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ പിടിക്കില്ല. എന്നാൽ എപ്പോൾ ജീവൻ പോയോ ആ ശരീരത്തിലേക്ക് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. ശരീരത്തിൽ ഉപ്പ് പിടിക്കില്ല ജീവനുള്ളിടത്തോളം കാലം. എവിടെയാണ് കിടക്കുന്നത്? കടുത്ത ഉപ്പിൽ. അത്ഭുതമല്ലേ ഇത്? അല്ലേ? അത് ഉപ്പുവെള്ളം കുടിക്കുന്നത്. എന്നാലും അതിൻ്റെ ദേഹത്ത് ഏത് പിടിക്കില്ല? ഉപ്പ് കയറി പിടിക്കില്ല. എന്നാൽ ജീവൻ പോകുന്നതോടെ അതിൻ്റെ ശരീരത്തിൽ ഉപ്പ് കയറി പിടിച്ചു. അപ്പം നോക്കൂ നിങ്ങൾ, ആ കടുത്ത ഉപ്പ് വെള്ളത്തിലും ആ ഉപ്പ് കയറി പിടിക്കാതെ അതിനെ നിലനിർത്തുന്ന ആ ബോധത്തിൻ്റെ ശക്തി, വൈഭവം, അത്ഭുതമല്ലേ? മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊക്കെ? ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കിത് അറിയില്ലെന്ന്. ഞാനൊരു കടൽ തീരത്തൊരു പ്രോഗ്രാം നടത്തിയപ്പോൾ ഒരു മുക്കുവനാണ് എനിക്ക് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞാൻ തൃപ്പയാറിനടുത്തൊരു പ്രോഗ്രാം നടത്തി. അന്നാണ് എൻ്റെ കണ്ണ് തുറന്നത്. ഓ ഭഗവാനെ, ഇത്രയും അത്ഭുതമുണ്ടോ! അതുവരെ എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ഒരു പ്രോഗ്രാം നടത്തുകയുണ്ടായി. അന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയോ? അതൊരു അത്ഭുതം തന്നെയാണ്. എന്ന് പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് മത്സ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. ഇതുപോലെ മനസ്സിന് സ്വാതന്ത്ര്യം എവിടുന്ന് കിട്ടി? അതാണ് നിങ്ങൾ കൂടെ കണക്ട് ചെയ്യണം. അത് പറയാനാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. മത്സ്യത്തിൻ്റെ കഥ പറയുന്നത് ഈ മനസ്സിന് സ്വാതന്ത്ര്യം എവിടുന്നാണ് കിട്ടുന്നത്? ചിന്തിക്കൂ, ശരീരത്തിൽ നിന്നാണോ കിട്ടുന്നത്? നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി. ശരീരത്തിൽ നിന്നാണോ കിട്ടുന്നത്? ആണോ? അല്ല. മനസ്സെന്ന് പറയുന്നത് ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇപ്പം ഞാൻ നിങ്ങളെ കാണുമ്പോൾ എൻ്റെ മനസ്സ് അവിടെ വരുന്നില്ലേ? നിങ്ങളുടെ മനസ്സ് ഇവിടേക്ക് വരുന്നില്ലേ? ഉണ്ടോ? ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. ബസ് പെരുമ്പാവൂർ ടൗണിൽ കൂടെ പോകുന്നു. ആ ബസ്സിനകത്തും നിങ്ങളിലും നിങ്ങളുടെ മനസ്സ് ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? കണ്ട കടയിലൊക്കെ കയറുണ്ടോ? കയറുന്നുണ്ടോ? ഇല്ല. തുണിക്കടയിലൊക്കെ ബസ് പതുക്കെയാണ് പോകുന്നതെങ്കിൽ തുണിക്കടയിലൊക്കെ കയറി നോക്കുമോ? നോക്കും. വല്ല ഹോട്ടലും ഉണ്ടെങ്കിൽ അവിടെയും കയറുമോ? നല്ല ഗ്ലാസ്സൊക്കെ ഇട്ടുള്ള ഹോട്ടലൊക്കെ ആയിരിക്കാം, എന്നാലും ഉള്ളിൽ കയറില്ലേ? ഇല്ല. കണ്ണ്, നിങ്ങളുടെ മനസ്സ് ഹോട്ടലിൻ്റെ അകത്തേക്ക് എത്തില്ല. നോണ പറയരുത്, എത്തും. വല്ലവൻ അവിടെ ഭക്ഷണം കഴിക്കേണ്ട വായും വിളിച്ച് നോക്കില്ലേ? അതും നോക്കും. അപ്പം മനസ്സെന്ന് പറയുന്നത് ശരീരത്തിൽ ഒരിക്കലും ഒതുങ്ങി നിൽക്കുന്നില്ല. ഈ ഫ്രീഡം എവിടെ നിന്ന് കിട്ടി മനസ്സിന്? അതാണ് ഞാനും നിങ്ങളും പഠിക്കാത്തത്. ഇത് മനസ്സിൻ്റെ ഫ്രീഡമല്ല, ഇത് ബോധത്തിൻ്റെ ഫ്രീഡമാണ്. അതിലാണ് ഈ മനസ്സ് കടന്ന് കളിക്കുന്നത്. ഏതുപോലെ? വെള്ളത്തിൽ മത്സ്യം കളിക്കുന്നപ്പോൾ. എന്തൊരു അത്ഭുതമാണ് നോക്കൂ നിങ്ങൾ. പക്ഷെ നമ്മൾ ഹരിയിലാണ്, ഭഗവാനിലാണ്, ബോധത്തിലാണെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. മനസ്സിലാവുണ്ടോ? ഏതുപോലെ മത്സ്യത്തിന് അറിയുന്നില്ല ഞാൻ വെള്ളത്തിലാണെന്ന്. അതെപ്പോഴാണ് അറിയുക? അതിനെ കരയിലേക്കിടുമ്പോഴാണ്, പെടയുമ്പോഴാണ്, ജീവൻ പോകുമ്പോഴാണ് അതിന് മനസ്സിലായത്, ഞാൻ വെള്ളത്തിലായിരുന്നു ഇത്രയും കാലം, ഇപ്പോഴെൻ്റെ ജീവൻ പോകുന്നു. അല്ലേ? കരയിലേക്ക് ഇട്ടാൽ എന്താ ചെയ്യുക? അത് കടന്ന് ജീവന് വേണ്ടി പെടയും, അല്ലേ? ഇത് നമ്മൾ അറിയുന്നില്ല. സാക്ഷാൽ ഭഗവാനിലാണ് എൻ്റെ മനസ്സ് നിൽക്കുന്നതെന്ന് നമ്മളാരും അറിയുന്നില്ല. എപ്പോഴും ഓർത്തോളം ഈ ശ്ലോകം 15-ാം അധ്യായം ഗീതയിലെ 8-ാം ശ്ലോകം. ഭഗവത്ഗീതയിലെ ഈ ശ്ലോകമൊക്കെ ഒന്ന് രാവിലെ എണീറ്റ് ചൊല്ലുന്നത് നല്ലതാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ നല്ലതാണ്. അതുപോലെ ഇപ്പം നമ്മൾ വായിച്ച ശ്ലോകം
എന്താണ് ആ ശ്ലോകം? സോറി, 7-ാമത്തെ ശ്ലോകം, 15-7. മമൈവ അംശോ ജീവലോകേ, മമൈവ അംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാണിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവ അംശോ ജീവലോകേ, എല്ലാ ജീവാത്മാക്കളും ഭഗവാൻ പറയുന്നു എൻ്റെ, അവർക്ക് പറയൂ, അംശമാണ്. അപ്പം നമ്മൾ ശരീരത്തിൻ്റെ ഭാഗമാണോ? ആണോ? നിങ്ങൾ വീട്ടുകാരൻ്റെ ഒരു ഭാഗമാണോ? ഭർത്താവിൻ്റെ ഒരു ഭാഗമാണോ? ഭാര്യയുടെ ഒരു ഭാഗമാണോ? മക്കളുടെ ഒരു ഭാഗമാണോ? അല്ല. ഞാൻ പൂർണ്ണബോധത്തിൻ്റെ, സ്വതന്ത്രബോധത്തിൻ്റെ, അനന്തബോധത്തിൻ്റെ ഒരു ഭാഗമാണ്. എപ്പോഴെങ്കിലൊക്കെ ഈ ബോധം വേണ്ടേ? വേണോ വേണ്ടയോ? അപ്പം അങ്ങനെ ആരാണോ ഇത് മനസ്സിലാക്കി, വീണ്ടും നമുക്ക് ഭാഗവതത്തിലേക്ക് പോവാം. ഹരീഹി സാക്ഷാൽ, നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്ന ശ്ലോകം, ഹരീഹി സാക്ഷാൽ ഭഗവൻ ശരീരിണം ആത്മാചഷാണം ഇവ തോയമിപ്സിതം. ഈ വരി മറക്കരുത്. ഹിത്വാ മഹത്വം യതി സജ്ജതേ ഗൃഹേ, ഹിത്വാ, ഇത് മറന്നിട്ട് വീട്ടിൽ സജ്ജതേ, വീട്ടിൽ സജ്ജതേ, സജ്ജത എന്ന് പറഞ്ഞാൽ വീട്ടിൽ മുഴുകിച്ചേർന്ന് ലൗകിക ജീവിതത്തിൽ മുഴുകിയിട്ട് ഭാര്യയും ഭർത്താവും മക്കളും, കണ്ണൂർക്കാർ പറയും ഞാൻ എൻ്റെ കെട്ടിയോളോ ഓളോ കുട്ടിയോളൂ എന്ന്. ഈ ഞാനും കെട്ടിയോളും കുട്ടിയോളും ആയിട്ടിരുന്നാൽ, അതിൽ മാത്രം ജീവിതം വെച്ചാൽ എന്ത് മഹത്വം ജീവിതത്തിന്, എന്ത് മഹത്വം. വയസാദമ്പതീനാം, കുറേ കഴിഞ്ഞാൽ മോരടിച്ച് വയസ്സായി ചത്തുപോവാം. ജീവിതത്തിന് വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല. ഇപ്പം ജീവിതം അങ്ങനെ ചത്തുപോവാനുള്ളതല്ല, ജീവിതം പൂർണ്ണത കൈവരിക്കാനുള്ളതാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എന്തിനാ നമ്മൾ ഈ ഭൂമിയിൽ വന്നത്? ആ മന്ത്രങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. പൂർണ്ണത കൈവരിക്കാനാണ്. അപ്പം അതിന് എന്ത് വേണം? ഞാനിപ്പോൾ നിൽക്കുന്ന ബോധ മനസ്സിൽ നിന്നും, ഉപബോധ മനസ്സിൽ നിന്നും, അബോധ മനസ്സിൽ നിന്നൊക്കെ ഞാൻ അവബോധത്തിലേക്കും പൂർണ്ണബോധത്തിലേക്കും ഞാൻ പടിപടിയായി ഉണരണം, ഉയരണം, വളരണം. അതിന് ഞാൻ അനുഷ്ഠാനങ്ങൾ ചെയ്യണം. ഈ ബോധമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഇതൊക്കെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. അതിനുവേണ്ടി പ്രയത്നിക്കണം. എങ്കിൽ ഹരീഹി സാക്ഷാൽ ഭഗവാൻ ശരീരിനാം ആത്മാചഷാണാം. ആരിലേക്ക് എത്തിച്ചേരാം? ഹരിയിലേക്ക് എത്തിച്ചേരാം. മനസ്സിലാവുണ്ടോ? ഈ പറയുന്നതൊക്കെ കയറുന്നുണ്ടോ തലയിൽ? മനസ്സിലാവുണ്ടോ? എത്ര നല്ലൊരു ജീവിതമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് നോക്കൂ. ഇതിനെയാണ് പലരും കളഞ്ഞു കുളിച്ച് ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നത്. അപ്പം ഇത് ഒന്നുകൂടി നമുക്ക് വ്യക്തമാക്കി തരികയാണ് 22-ാം അധ്യായത്തിൽ. ഇതൊക്കെ ഒരു ഗംഭീരമായ അധ്യായങ്ങളാണ്, പഠിക്കേണ്ട ഒരു അധ്യായമാണ്. 22-ാം അധ്യായം ഭാഗവതാണ്, പഞ്ചമസ്കന്ധം. ഞാൻ പറഞ്ഞു നിങ്ങളോട് 22-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം. അവിടെ ഈ പ്രപഞ്ച വ്യവസ്ഥയെക്കുറിച്ച് ഋഷിവര്യന്മാർക്കുള്ള ഉൾക്കാഴ്ച നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ, എന്നിട്ട് നമ്മൾ ആധുനിക ഫിസിക്സൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഋഷിവര്യന്മാരോടുള്ള മതിപ്പ് കൂടുമായിരുന്നു.